Welcome. Today we are going to discuss about the laws on goods and on consignment, and this is your last topic in this chapter. Okay, idum kuda nammal padichal this chapter is done, it's over. Okay, ee chapter la namakku ini idu maathre ariyanullu, baaki nammal ekadesha ella atyavashyam nannayittellam cover cheyidittunde. Assignment pole voice note ayakkan paranjathil ottiri peru nannayittu cheyidittunde. So നല്ലത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ലോസ് ഓൺ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ്. നമുക്ക് അറിയണ്ടേ ഇതെന്താ മീനിങ്, വാട്ട് ഈസ് ദിസ് ലോസ് ഓൺ ഗുഡ്സ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ പറയാം. സോ ഇറ്റ് ഈസ് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യും, അതിലുണ്ടാകുന്ന ലോസ്. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ്. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ പറയുകയാണെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഇവിടെ എഴുതുന്ന സാധനം അല്ലേ, ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ്. സോ ഇങ്ങനെ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഇതിലുണ്ടാവുന്ന ലോസ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലോസ് ഓൺ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ, എല്ലാ ടീച്ചേഴ്സും എപ്പോഴും ഗുഡ്സിന്റെ കേസിൽ, ഈ ലോസിന്റെ കേസിൽ എക്സാമ്പിൾ പറയാ ഫ്രൂട്ട്സിന്റെ കേസാണ്. സോ ഞാനും ആ പല്ലവി തെറ്റിക്കുന്നില്ല. സോ ഐ എം ടേക്കിംഗ് ഓറഞ്ചസ്. ഓക്കെ, എനിക്ക് ഓറഞ്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എന്താ അധികം ആപ്പിൾ എടുത്താണ്. എനിവേ ഐ ആം സോ ഫോണ്ട് ഓഫ് ഓറഞ്ചസ്. സോ എക്സാമ്പിൾ ഓറഞ്ച്. ഓക്കെ, അപ്പോൾ കൺസൈനിക്ക് എന്താ അയക്കുന്നടാ, ഓറഞ്ച് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 1000 ഓറഞ്ച് എക്സാമ്പിൾ കോയമ്പത്തൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് കേട്ടോ. തലശ്ശേരിയില്ല, തലശ്ശേരിന്ന് ഒന്ന് ഓക്കെ. എനിവേ കോയമ്പത്തൂർ ടു തലശ്ശേരി. സോ കോയമ്പത്തൂരിൽ നിന്ന് ഒരു 1000 ഓറഞ്ചസ്, മേ ബി ഇറ്റ്സ് വെൽ പാക്ഡ്, ഒരു കൊട്ടക്കകത്ത് വെൽ റാപ്പ് ചെയ്തിട്ടൊക്കെ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് 1000 ആപ്പിൾ കൺസൈനിക്ക് തലശ്ശേരിയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ എന്നെ പറയണോ, ഈ 1000 ഓറഞ്ചസും ഇവിടെ എത്തും, മേ ബി ഇവിടെ എത്തും, ബിക്കോസ് വെൽ പാക്ഡ് ആണ്. കൊട്ടക്കകത്ത് ഇങ്ങനെ റാപ്പൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്നും ഓറഞ്ച് പോകില്ല. സോ ഇവിടെ 1000 ഓറഞ്ചസ് എത്തിയിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഓറഞ്ച് എല്ലാം കൂടി ഇങ്ങനെ പ്രസ്സായിട്ട് ഏതെങ്കിലും കസ്റ്റമർ പ്രസ് മീൻസ് കുറച്ചൊന്ന് മോശമായ ആപ്പിൾ എടുക്കുമോ, നിങ്ങൾ എടുക്കുമോ? ഇല്ലല്ലോ, നമ്മൾ തെരഞ്ഞു പിടിച്ച് നല്ല ആപ്പിളെ വാങ്ങിക്കത്തുള്ളൂ. സോ ഇൻ ദ കേസ് ഓഫ് സം ഗുഡ്സ്, ഓക്കെ, അതതിൻ്റെ ഇൻഹറന്റ് നേച്ചറാണ്. ഇപ്പം നമ്മൾ എത്ര അയച്ചോ അത്ര തന്നെ ഇവിടെ എത്തൂല. സോ ഈ കൺസൈനർക്കും അത് അറിയാം, കൺസൈനിക്കും അറിയാം. 1000 ഓറഞ്ചസ് വാങ്ങിച്ചാൽ ഇതിലൊരു ചിലപ്പോൾ 50ഓ 60ഓ എങ്കിലും എന്തായിട്ടുണ്ടാവാം, ഇവിടെ എത്തുന്നപ്പോഴേക്ക് വിൽക്കാൻ യോഗ്യമല്ലാണ്ടാവാം അല്ലെ, സെയിൽ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ആയിരിക്കും ഇതിൽ കുറച്ചെങ്കിലും ഓറഞ്ചസ് ഇവിടെ എത്തുന്നത് എന്ന് കൺസൈനർക്കും അറിയാം, കൺസൈനിക്കും അറിയാം. ബിക്കോസ് അത് നമ്മുടെ ഓറഞ്ചിന്റെ ഇൻഹറന്റ് നേച്ചറാണ്. ഓക്കെ, അത് എന്തായാലും സംഭവിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ ആണ്. അത് ആ ഒരു പ്രോഡക്റ്റിന്റെ, ആ ഒരു ഗുഡ്സിന്റെ എന്താണ് ഇൻഹറന്റ് നേച്ചറാണ്. അതിൽ ഇങ്ങനെ എന്തുണ്ടാവും, കുറച്ച് നമ്മൾ നശിച്ചു പോകുന്നുള്ളത് ഇൻഹറന്റ് നേച്ചറാണ്. ആൻഡ് ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. ഞാൻ പകുതി എഴുതുന്നുള്ളൂ, ബിക്കോസ് ഐ എം ടെല്ലിങ് ഇട്ട്. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ അതൊക്കെ ഏത് ക്ലാസ്, ഇപ്പം എൻ്റെ ക്ലാസ് എന്നല്ല, ഒരു വീഡിയോയിൽ നിങ്ങളൊരു ക്ലാസ് കാണുമ്പോഴോ അല്ലെങ്കിൽ ലെക്ചറിനെ കേൾക്കുമ്പോഴോ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് കഴിയുന്നത് റഫായിട്ട് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലെക്ചർ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. എനിവേ അതിനാണ് നമ്മൾ ടീച്ചേഴ്സ് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. എനിവേ, സോ ഇൻഹറന്റ് നേച്ചർ ഇറ്റ്സ് അൺഅവോയ്ഡബിൾ. എന്തായാലും നമ്മൾ നാരങ്ങയാണ്, അതെന്താവും, അത് ചീഞ്ഞു പോകും അല്ലേ. സോ അങ്ങനെയുള്ള ലോസിന് നമ്മൾ വിളിക്കുന്നതാണ് നോർമൽ ലോസ്. ഇറ്റ് ഇസ് നോർമൽ. ഇങ്ങനെ ഈ കൺസൈനർ എന്ത് വിചാരിച്ചാലും എന്ത് സംഭവിക്കും, കുറച്ച് ഓറഞ്ചസ് നഷ്ടപ്പെടും. ഓക്കെ, സോ ദാറ്റ് ടൈപ്പ് ഓഫ് ലോസ് ഇസ് നോൺ ആസ് നോർമൽ ലോസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന കോൺസെപ്റ്റ്. ഓക്കെ, നൗ കമ്മിങ് ടു അബ്നോർമൽ ലോസ്. ഓക്കെ, ഇതേപോലെ 1000 ഓറഞ്ചുമായിട്ട് എൻ്റെ കോയമ്പത്തൂരിൽ നിന്ന് ട്രക്ക് ഇങ്ങനെ വന്നു. ട്രക്ക് കൊണ്ട് വേറെ ട്രക്കിനടിച്ച് ഓറഞ്ചസ് മുഴുവൻ തെറിച്ച് പോയി, റോഡിൽ വീണ്. വേറൊരു ട്രക്ക് അതിൻ്റെ മേലെ കയറി ഫുള്ളായിട്ട് അങ്ങ് നശിച്ചു പോയി. സോ ഇറ്റ് ഇസ് നോട്ട്, ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. അല്ലാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂലടോ. ആ ഡ്രൈവർ കോയമ്പത്തൂരിൽ നിന്ന് ട്രക്കിൻ്റെ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ആക്സിഡൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. സോ ഇറ്റ് ഇസ് അവോയ്ഡബിൾ. സോ ദർ ആർ സം ലോസസ് വിച്ച് ആർ അവോയ്ഡബിൾ. സോ അങ്ങനത്തെ ലോസിനെ നമ്മൾ എന്ത് പറയാം, അബ്നോർമൽ ലോസ്. അങ്ങനെയുള്ളതിന് ഒന്ന് ഈ ആക്സിഡൻറ്റ്,
അതിൽ ഫയറ്, വെള്ളം കയറുക, ഫ്ലഡ്, കുറെ പ്രളയത്തിലൊക്കെ കുറെ ഒലിച്ചു പോകുമല്ലോ. സോ ലൈക്ക് ദാറ്റ്. ദെൻ തെഫ്റ്റ്, കട്ട് കൊണ്ടുപോവുക, ഇങ്ങനെ വന്നിട്ട് ഗുഡ്സിനുണ്ടാവുന്ന നഷ്ടം. നമ്മൾ ഓറഞ്ചസ് ട്രക്ക് ഡ്രൈവർ ചായ പിടിക്കാൻ പകുതിക്ക് ഇറങ്ങിയപ്പോൾ കുറേ പേര് എന്ത് ചെയ്തു, അതിൽ നിന്ന് 2-3 കൊട്ട ഓറഞ്ച് കൊടുത്തു പോയി. സോ that type of loss is known as abnormal loss. Anyway, meaning is now it's very clear for you what is normal loss and abnormal loss. Now coming to its valuation. Okay, അപ്പോൾ സംഭവം മീനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാം പോയി. ഇനി ശ്രദ്ധിച്ചോളെ, നമ്മൾ അക്കൗണ്ടിൽ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ 1000 ജസ്റ്റ് ഇവിടെ നമ്മൾ 1000 kg അല്ലടാ കാണിച്ചിട്ടുണ്ട്, 1000 kgന്റെ വാല്യൂ അല്ലേ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് കൺസൈനർ ഈസ് സെൻഡിങ് 1000 kg ഓഫ് ഗുഡ്സ്. ബട്ട് ഇവിടെ എത്തിയത് 900 ആണെങ്കിൽ, ഓക്കെ 900 ആണെങ്കിൽ, അപ്പൊ ഇവിടെ ക്ലോസിങ് 900 ഉണ്ടാവും അല്ലെ, കയ്യിലുള്ള സ്റ്റോക്ക് 900 ഉണ്ടാവും, അതിന്റെ ഇടയിൽ 100 ലോസ് ഉണ്ട് അല്ലെ. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം. ഇതിനെ നമ്മൾ ഈ സൈഡിലാണ് കാണിക്കും. ബിക്കോസ് ഇത്ര 1000ന്റെ ഇഫക്റ്റ് ഇവിടെ ഉണ്ട്. ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് മീൻസ് ഇയാളെ കയ്യിൽ ജസ്റ്റ് തിങ്ക്, ഇമാജിൻ 900 എത്തിയുള്ളൂ ആൻഡ് ലോസ് ഇസ് 100. സോ നമുക്ക് അതിനെന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ട് ഈ സംഭവത്തിന് ഇവിടെ 1000 ആണെങ്കിൽ ഇവിടെയും നമ്മൾ അതിന്റെ ഇഫക്റ്റ് 1000 ആക്കി കൊണ്ടുവരണം, വേണമല്ലോ. സോ ഇന്ന് നമ്മൾ ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ ഇത് സംഭവം ക്ലിയർ ആണല്ലോ. ഓക്കെ, ജസ്റ്റ് ഒരു ഇമാജിനേഷൻ കിട്ടാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് വഴിയെ ഈസി ആയിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നോർമൽ ലോസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ തൽക്കാലം എന്തില്ല, കള്ളന്മാരില്ല, ഫയർ ഇല്ല, ആക്സിഡന്റ് ഇല്ല, അങ്ങനത്തെ ഒരു നഷ്ടങ്ങളും ഇല്ല. നമുക്ക് എന്തേ ഉള്ളൂ, ചീഞ്ഞു പോയ ഏറ്റവും അടിയിൽ, കൊട്ടയുടെ അടിയിൽ കിടന്ന് കുറച്ച് ചീഞ്ഞു പോയ ഓറഞ്ചസ് മാത്രമേ നമ്മൾ കയ്യുള്ളൂ. ദാറ്റ് ഇസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദി നോർമൽ ലോസ്. ഓക്കെ, എനിവേ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ബോർഡിനകത്ത് അതിൻ്റെ തിയറി പാർട്ട് കാണാൻ പറ്റുന്നുണ്ട്. നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ആർ ദർ. ആൻഡ് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. നമുക്ക് ആദ്യമേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ, നമുക്ക് അറിയാൻ പറ്റും ഇത്ര ഓറഞ്ചസ് പോകുന്നുള്ളത്. സോ അതാ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഓക്കെ, എനിക്ക് നോട്ട്സ് ഞാൻ തരുന്ന കുട്ടികളാണെങ്കിൽ ഞാനത് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, എനിവേ ഇനി നമുക്ക് എന്ത് പഠിക്കണോ, ഇതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ. ഇതെങ്ങനെ, ഇങ്ങനെ ഒരു അബ്നോർമൽ ലോസ് നമുക്ക് വന്നാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിനേക്കാളും മുന്നേ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ ഫുള്ള് പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഓക്കെ, സോ റോയൽറ്റി ഒക്കെ ഞാൻ ക്വസ്റ്റ്യനിങ് ഒക്കെ തന്നിട്ടായിടല്ലോ. ബട്ട് ബ്രാഞ്ച് അക്കൗണ്ടിങ് മുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടലുണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് പുറത്തിപ്പം ചില കുട്ടിക്ക് ക്ലാസ് കിട്ടാത്ത ആളാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബിക്കോസ് നോ ഇതിനൊക്കെ ട്യൂഷൻ എത്ര ഫീസ് നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടോ. ഓക്കെ, ഞാൻ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് സജസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഒരു കുട്ടി എൻ്റെ അടുത്ത്, നിങ്ങളെ ക്ലാസ്സിലല്ല BBA ഒരു കുട്ടി എൻ്റെ അടുത്ത് അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ച്, എന്തായാലും ചെയ്ത് കൊടുത്തു. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടല്ലേ. ഓക്കെ, എനിവേ സോ ഇറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അറിയണം. അതിനേക്കാളും മുന്നേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു 1000-ൻ്റെത്. ഫോർ എക്സാമ്പിൾ 1000 ഓറഞ്ചസിന് he charged rupees 500. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഈ 1000 ഓറഞ്ചസ് 500 രൂപയാണെന്ന് വെച്ചു. ഓക്കെ, അപ്പം ഇവിടെ എത്രയാടാ, 1000 ഓറഞ്ചസ് 500. ബട്ട് ഇവിടെ എത്രയാണ് എത്തിയ 900. അപ്പൊ 900-ന് 500 രൂപ ഉണ്ടാവില്ലല്ലോ. സി അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ തിങ്ക് ചെയ്യുക. 1000 ഓറഞ്ചസിന് 500 രൂപ. ബട്ട് ഇതിലെന്ത് ചെയ്തു പോയി, 100 എണ്ണം ബാസ്ക്കറ്റിന്റെ അടിയിൽ കിടന്ന് ചീഞ്ഞപ്പോൾ ഇറ്റ്സ് ലോസ്. സോ ഇറ്റ്സ് നോർമൽ ലോസ് അല്ലേ. നോർമൽ ലോസ് എത്രയാടാ, 100. ഓക്കെ, 100 എണ്ണം നോർമൽ ലോസ് ആയി. സോ ഇറ്റ് ഈസ് നൗ നമ്മുടെ കയ്യിൽ കൺസൈനിക്ക് 900 കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഇവിടെയും പൈസ കുറയണ്ടേ.
ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് പറയും, കുറയണം എന്ന് പറയും. ബട്ട് ഞാൻ പറയും കുറയരുത്. ബിക്കോസ് ഇവിടെ ഇയാൾക്ക് ഇത് അയക്കുമ്പോൾ തന്നെ അറിയാം ഇയാൾക്ക് എത്ര കിട്ടൂല, 1000 കിട്ടൂല. ഓക്കെ, സോ ഇപ്പൊ ഇയാൾക്ക് ഇത് 1000, ഇവിടെയും 1000 കിട്ടണമെങ്കിൽ ഇയാൾ ഇതിനേക്കാളും കൂടുതൽ ഇവിടുന്ന് സെൻഡ് ചെയ്യണം, എന്നാലേ ഈ കൺസൈനിക്ക് 1000 എത്തും. ബിക്കോസ് ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ്. ഈ 100 ഓറഞ്ച് എങ്കിലും എന്തായി പോടോ, നഷ്ടപ്പെട്ടു പോകുന്നു നമുക്ക് ആദ്യമേ അറിയാം. സോ അതിന് കണക്കായിട്ടുള്ള കോസ്റ്റ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എനിക്കൊരു സംഭവം അയച്ചാൽ ഇത്ര റുപ്പീസ് നഷ്ടമാണെന്ന് അറിയാം. ഓക്കെ, സോ ഞാനപ്പം അത് അയക്കുമ്പോൾ തന്നെ ആ നഷ്ടവും കൂടി ഏതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ 500 ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയുള്ള ഈ പൈസയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബിക്കോസ് നോർമൽ ലോസിന്റെ പൈസ നമ്മൾ ആരെടുത്തുനിന്ന് വാങ്ങിക്കുന്ന അറിയടോ, കസ്റ്റമറിന്റെ അടുത്ത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി ഫ്രം ദി കസ്റ്റമർ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ടു ദി കസ്റ്റമർ. ഇവിടെ നമ്മൾ 1000 സെൻഡ് ചെയ്തത് 500-നാണെങ്കിൽ ഇവിടെയും നമ്മൾ വാല്യൂ കാണേണ്ടത് 500-നാണ്. വിൽ ടെൽ യു. ഞാൻ ഇവിടെ ഇല്ല, കുറച്ച് കൂടുതൽ പൈസ ആക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 5000 രൂപ ആക്കുവാണ്, 5000. ഓക്കെ, ആൻഡ് യു ആർ ഓൾസോ 500 എന്നുള്ളത് ഞാൻ 5000 ആക്കി. റീസൺ ഉണ്ട്, ഞാനിപ്പോൾ പറയാം. ഇപ്പൊ ഇവിടെ നോക്കിക്കോളെ, ഇവിടെ ഈ സെൻഡ് ചെയ്യുന്ന സമയത്ത് 1000 ഓറഞ്ചസ് എത്ര പൈസ, 5000 രൂപക്ക്. അപ്പോൾ ഒരു ഓറഞ്ചിന് എത്രയുടെ പൈസ, ₹5. ക്ലിയർ? സോ ഇവിടുത്തെ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാടാ, ₹5. ഇനി ഇതേ ഓറഞ്ച് നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, സെയിം പൈസക്കാണ്. ഇവിടുത്തെ പെർ യൂണിറ്റ് കോസ്റ്റ് നോക്കിക്കോളെ എത്രയാ വരുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് 5.45 and 5.555 അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, 5.55 എന്ന് എഴുതുന്നത്, 45, ഓക്കെ 5.55 എന്ന് എഴുതി. ഇവിടെ നോക്കി, ഇവിടെ വന്നിട്ട് ഒരു ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ അയാൾക്ക് എത്രയാണ് പൈസ, പെർ യൂണിറ്റിന് ₹5. ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് കസ്റ്റമറിന് പോകുമ്പോൾ ഈ ലോസ് അടക്കം കഴിച്ചിട്ട് 5 രൂപ 50 പൈസയായിട്ടാണ് ആർക്ക് കിട്ടുക, കസ്റ്റമറിന് കിട്ടുക. സോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നോർമൽ ലോസ് നമ്മൾ വാല്യൂ ചെയ്യില്ല. നോർമൽ ലോസ് നമ്മൾ വാല്യൂ ചെയ്യില്ല. ദാറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം, അഡ്ജസ്റ്റഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ നമ്മൾ ഈ 100 ഓറഞ്ചസ് നഷ്ടപ്പെട്ടതിന് ഒരു വാല്യൂ കണ്ടിരുന്നെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ആ വാല്യൂ മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതുക, അല്ലെ? ലോസിന്റെ വാല്യൂ മൈനസ് ചെയ്തിട്ട് ഇപ്പൊ 5000 രൂപ നമ്മൾ കൊടുത്തു, അതിൽ ഇത്ര നമുക്ക് നഷ്ടമായി. അപ്പം ബാക്കി നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നോർമൽ ലോസിന്റെ വാല്യൂ കിഴിച്ച് ബാക്കിയാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്നാണ് നമ്മൾ എഴുതുക. ബട്ട് നോർമൽ ലോസിന് നമ്മൾ എന്ത് കണക്കാക്കൂല, വാല്യൂ കണക്കാക്കൂല. റീസൺ ഇസ് അൾട്ടിമേറ്റ്ലി കസ്റ്റമർ അത് ബിയർ ചെയ്യും, പെർ യൂണിറ്റ് കോസ്റ്റിൽ മാത്രമേ മാറ്റം ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യില്ല, നോർമൽ ലോസിന് വാല്യൂ കണക്കാക്കില്ല. അതെന്തിൽ അഡ്ജസ്റ്റ് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ഇത്ര നേരവും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇത് നിങ്ങൾക്ക് അറിയുന്നില്ല, ഇത് ഓർമ്മിക്കേണ്ട, കോൺസെപ്റ്റ് മനസ്സിലാകാൻ പറഞ്ഞതാണ്, ഇതും ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാകാൻ പറഞ്ഞതാണ്, ഇതും ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാകാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് ഇത് മാത്രമേ വേണ്ടൂ. നോർമൽ ലോസ് ഇസ് നോട്ട് സെപ്പറേറ്റ്ലി വാല്യൂഡ്. നോർമൽ ലോസിനെ നമ്മൾ സെപ്പറേറ്റ്ലി വാല്യൂ ചെയ്യുന്നില്ല. നോർമൽ ലോസ് ഇസ് നോട്ട് സെപ്പറേറ്റ്ലി വാല്യൂഡ്. പിന്നെന്താ അത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് adjusted in the valuation of closing stock. It is adjusted in the value of closing stock. Clear ആണല്ലോ? ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ കിലോഗ്രാം ഓറഞ്ചസിന്റെ എണ്ണത്തിന് മാറ്റമുണ്ട്, ബട്ട് വാല്യൂൽ എന്തില്ല, മാറ്റമില്ല. ബിക്കോസ് നോർമൽ ഇവിടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, 1000 എന്നുള്ളത് ഇവിടെ 900 എത്തിയത്. ബട്ട് ഇവിടെയും 5000 റുപ്പീസ് ആണ്, ഇവിടെയും വാല്യൂ ഈസ് 5000. ബിക്കോസ് നോർമൽ ലോസിന് നമ്മൾ സെപ്പറേറ്റ് വാല്യൂ ചെയ്യില്ല. ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദി ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ട്രീറ്റ്മെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതാണ് ഓർമ്മിക്കേണ്ടത്. ഇനി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒരു ഇക്വേഷൻ അവിടെ കാണാം. ഞാൻ ആ ഇക്വേഷൻ ഒന്നും ഇപ്പൊ പറയാൻ പോകുന്നില്ല. നമുക്കൊരു പ്രോബ്ലം എടുത്തിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരും അതെങ്ങനെയാ ഇക്വേഷൻ വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ പഠിക്കാൻ പറ്റും. സോ ഇതിൽ നിന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് വാട്ട് ഈസ് നോർമൽ ലോസ്,
ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. ഓൾറെഡി നമുക്കറിയാം, എക്സ്പെക്റ്റഡ് ആണ് അങ്ങനെയുള്ള ലോസ്. അബ്നോർമൽ ലോസ് തൽക്കാലം നമ്മൾ അറിഞ്ഞാൽ മതി. ഇറ്റ് ഈസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. തെഫ്റ്റ്, ആക്സിഡന്റ്, ഫ്ലഡ്, ഫയർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അബ്നോർമൽ ലോസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ചും കൂടെ അങ്ങോട്ട്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, സോ നൗ യു ക്യാൻ സീ വൺ ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ് റിഗാർഡിംഗ് നോർമൽ ലോസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ പോവാണ്. നിങ്ങൾ പോസ് പ്രസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. മിസ്റ്റർ എ കൺസൈൻ ടു ബി 1000 kgs ഓഫ് ഫ്ലോർ. 1000 കിലോ ഫ്ലോർ ആണ്, പൊടി, മൈദപ്പൊടി എന്ന് വിചാരിക്കാം നമുക്ക്. ഓക്കെ, ഫ്ലോർ കോസ്റ്റിംഗ് റുപ്പീസ് 3,300. 1000 കിലോ ഫ്ലോറിന് 3,300. ഗുഡ് സെൻഡ് ചെയ്തത് 1000 കിലോ. And he spent 88 as forwarding charges. കൺസൈനറിന്റെ എക്സ്പെൻസ് ₹88. 12% of the consignment was lost in weighing and handling. നമ്മൾ ഈ മൈദപ്പൊടിയെല്ലാം തൂക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇരുന്ന് പൊടി കുറേ പോകുമല്ലോ. സോ അത് തന്നെ, നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ എത്ര പൊടി വേസ്റ്റ് ആക്കടാ, അപ്പുറം ഇപ്പുറം ലാവല്ലേ. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇറ്റ്സ് 12% is loss. So it is normal loss. His selling expense being ₹330 and commission at 5% on sale. അപ്പോൾ he spent rupees forwarding charge. His expense means Mr. B's expense, right? Consigning expense is 330 and commission 5% on sale. Commission is given. അവിടെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ്റെ താഴെ അത് കൊടുത്തിട്ടുണ്ട്. 820 units were sold by consignee. കൺസൈനി 820 സെയിൽ നടത്തി. ഷോ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. അവിടെ 820 units were sold by the consignee എന്ന് എഴുതി ചേർക്കണം. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് നോർമൽ ലോസ്. ഓക്കെ, ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെയല്ല ഞാൻ ചെയ്യുക. സോ ഫോളോ ദിസ് മെത്തേഡ്, ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഇത് ഈസിയാണ്. സോ ഇത് ഫോളോ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിക്കോളെ. ലോസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ലോസ് ഉണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഓഫ് നോർമൽ ലോസ് എന്ന് എഴുതണോ? വേണ്ട. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യില്ല, നോർമൽ ലോസ് വാല്യൂ ചെയ്യില്ല സെപ്പറേറ്റ്ലി. ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ നോർമൽ ലോസ് ഉള്ള പ്രോബ്ലത്തിൽ നമ്മൾ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിൽ നോർമൽ ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഞാൻ അവിടെ എഴുതി വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ? ഇനി ഞാൻ ഫുൾ ഇതുപോലെ തന്നെ എഴുതണേണ്ട. ക്വാണ്ടിറ്റി കൺസൈൻഡ്, അതായത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഞാനിവിടെ ഇങ്ങനെ എഴുതുന്ന കൺസൈൻമെന്റ്, ക്വാണ്ടിറ്റി കൺസൈൻഡ്. അതായത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് അറിയുന്ന വിധത്തിൽ എഴുതുവാണെങ്കിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ ഓക്കെ, ഇതിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ ഞാൻ ക്വാണ്ടിറ്റി, ഒന്നിൽ ഞാൻ റുപ്പീസ് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്ര ഗുഡ്സ് കൺസൈൻ ചെയ്തു, എത്ര ഗുഡ്സ് സെൻഡ് ചെയ്തു? 1000 കിലോ. ഇറ്റ് ഇസ് കിലോ, ഇറ്റ്സ് റുപ്പീസ്. 1000 കിലോന്റെ പൈസ ഇറ്റ് ഇസ് ഗിവൺ, ഇറ്റ് ഇസ് 3,300. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നൗ ഹി സ്പെൻഡ് ഫോർവേഡിങ് ചാർജസ്. കൺസൈനിന്റെ എക്സ്പെൻസ് എല്ലാം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് നമുക്കറിയാം. സോ നമ്മളിവിടെ എന്ത് ആഡ് ചെയ്യും? എക്സ്പെൻസ് ഓഫ് കൺസൈനർ. കൺസൈനർ എക്സ്പെൻസസ് 88 റുപ്പീസ്. ക്വാണ്ടിറ്റീൻ്റെ അടുത്ത് നില്ലിട്ടു, ഇറ്റ് ഇസ് 88. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് എന്താണ് പറഞ്ഞത്? നമ്മൾ ഓർഡറിൽ പോണേ കണക്ക് ചെയ്യുമ്പോൾ. ക്വസ്റ്റ്യനിൽ എവിടെയാണോ ലോസ് പറയുന്നത് അവിടെയാണ് നമ്മൾ ലോസിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി വരുന്നത് ലോസ് ആണ് അല്ലെ. നെക്സ്റ്റ് ഇസ് 12% ലോസ്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ എത്രയുണ്ട് ഞാൻ നോക്കുവാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് എന്ത് വരാൻ പോകുന്നത്? നോർമൽ ലോസ് വരാൻ പോകുന്നു. സോ ഐ ആം ഹിയർ. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്, ക്വാണ്ടിറ്റി കുറയണം. സോ ലെസ് നോർമൽ ലോസ്. എത്ര പെർസെൻറ്റേജാ പറയുന്നത്? 12%. 1000 അയച്ചു, 1000ന്റെ 12% എന്ന് പറഞ്ഞാൽ 120 കിലോ നഷ്ടമായി. 1000 കിലോ അയച്ചു, അതിന്റെ 12% 120 കിലോ നഷ്ടം.
ക്ലിയർ? ഓക്കെ. വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ക്ലോസിംഗ് നമ്മൾ വാല്യൂ നില്ലായിട്ട് എടുക്കുക. നോർമൽ ലോസ് നമ്മൾ വാല്യൂ ചെയ്യില്ല. സോ അതങ്ങനെ തന്നെ അവിടെ കിടന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണടാ? ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ആരുടെ എക്സ്പെൻസ്? നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദി ഉണ്ടെങ്കിൽ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനീന് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് എക്സ്പെൻസ് ആണ് തന്നത്. സെല്ലിംഗ് എക്സ്പെൻസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അത് ആഡ് ചെയ്യുന്നില്ല. എനിവേ ചിലപ്പോൾ എന്താ ഇവിടെ നോൺ റെക്കറിങ് ആയിട്ടുള്ള ഫ്രൈറ്റ്, ഒക്ട്രോയി അങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതും ഇവിടെ ആഡ് ചെയ്യണം. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇവിടെ ചെയ്യുന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. വെരി സിമ്പിൾ. ലെസ് ചെയ്യണം. ഇത് രണ്ടും മൈനസ് ചെയ്താൽ ബാക്കി എത്രയുടെ? 880 ആൻഡ് വാല്യൂ 3388. സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്ന സ്റ്റെപ്പ് കണ്ടോ? ഒന്നുമില്ല. ഇവിടെ കിട്ടിയ എമൗണ്ട് 3388 ഡിവൈഡഡ് ബൈ. ഓക്കെ, ഡിവൈഡഡ് ബൈ. നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തത്? എത്ര ഗുഡ്സാ സെൻഡ് ചെയ്ത്? അതല്ലേ നമ്മൾ പ്രപ്പോർഷൻ കാണുമ്പോൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്യല്? 1000 അയച്ചു, ബാക്കി എത്ര? 1000 അയച്ചു, ബാക്കി എത്ര എന്ന് ആദ്യം നോക്കാം. ഇവിടെ 820 സെയിൽ നടത്തി. ഓക്കെ, 1000 അയച്ചു. ഇങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 820 സെയിൽ അയച്ചു, 1000. ഇങ്ങനെയല്ലേ നമ്മൾ മുന്നേ ചെയ്തത് അല്ലേ? സെയിൽ. അപ്പോൾ ബാക്കി എത്ര നോക്കി, ബാക്കി എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് കണക്കായിട്ടാണ് 180. അതിന് കണക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്? പ്രപ്പോർഷൻ കാണല്. ബട്ട് ഇവിടെ ചെറിയ വ്യത്യാസം വരും. അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, എന്താ വ്യത്യാസം വേണ്ട. സ്വതവേ ഇങ്ങനെയാണ് പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക. ബട്ട് ഹിയർ ഇവിടെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ? ബാക്കി 1000 എല്ലാം എടുക്കുക. ലോസും കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളിപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ ഫോളോ ചെയ്യുക. സോ ഈ ഒരു എമൗണ്ട് ഇവിടെ എഴുതും. ഓക്കെ, അതായത് ലോസും കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്വാണ്ടിറ്റിന്റെ പ്രപ്പോർഷൻ ആണ് കാണുന്നത്. ഓക്കെ, സോ ഈ എക്സ്പെൻസസ് ഫോർ ഇത്ര ക്വാണ്ടിറ്റി, അല്ലാണ്ട് ഈ എക്സ്പെൻസ് 1000 ക്വാണ്ടിറ്റിൻ്റെതല്ല. ഇത് ഈ ഒരു ചാർജസ് ഫോർ ദിസ് മച്ച് ക്വാണ്ടിറ്റി ഇൻറ്റു ബാക്കി സെയിൽ ചെയ്യാണ്ട് ബാക്കിയുള്ളത് അല്ലേ? സെയിൽ ചെയ്യാണ്ട് ബാക്കിയുള്ളത് ഇതെല്ലാം എഴുതേണ്ടത് നമ്മളെ കയ്യിൽ. കൺസൈനിന്റെ കയ്യിൽ എത്രയാണ് സാധനം എത്തിയിട്ടുള്ളൂ? 880 അല്ലെ? 850 കയ്യിൽ എത്തിയിട്ടുള്ളൂ. എത്ര അയാൾ സെയിൽ ചെയ്തത്? 820. അപ്പൊ ഇവിടെ എത്ര എടുക്കേണ്ടത്? 60. ഓക്കെ, സ്വതവേ നമ്മൾ 1000 മൈനസ് സെയിൽ ചെയ്തത് 820 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഇങ്ങനെയാ എടുക്കല് അല്ലെ? അൺസോൾഡ് കാണാൻ നമ്മൾ എങ്ങനെയാ എടുക്കല്? അൺസോൾഡ് കാണാൻ നമ്മൾ ഇങ്ങനെയാ എടുക്കല്. ബട്ട് ഹിയർ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക്. സോ ഇതിൽ നിന്ന് വേണം 880 മൈനസ് എത്ര സെയിൽ ചെയ്തോ അത്. ഓക്കെ, മുന്നേയുള്ള പാർട്ടിൻ്റെ അടുക്കത്ത് കൊണ്ടുപോയിട്ട് ഇത് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. വലിയൊരു പ്രോബ്ലം ചെയ്യും ഇതെല്ലാം കൂടെ വരുന്നത്. അന്നേരം അത് ക്ലിയർ ആയിക്കോളും. ഇപ്പം ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ എങ്ങനെയാണ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചതെന്ന് മാത്രം നോക്കിയാൽ മതി. 1000, 3300 എക്സ്പെൻസ് ഓഫ് ദി കൺസൈനർ 88 ആഡ് ചെയ്തു. ഇവിടെ വാല്യൂ ഇട്ടില്ല ബിക്കോസ് ഇറ്റ് ഇസ് നോർമൽ ലോസ്. ഇവിടെ അബ്നോർമൽ ലോസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരുവേനും വാല്യൂ വരുവേനും അത് നമ്മൾ അടുത്ത് പറയും. സോ ഇങ്ങനെയാണ് നോർമൽ ലോസിന് നമ്മൾ ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് ചെയ്യുക? ഇത് ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു അൺസോൾഡ്. അൺസോൾഡ് എന്ന് പറഞ്ഞാൽ ഇയാളെ കയ്യിൽ എത്തിയതിൽ നിന്ന് ഇയാൾ എത്ര സെയിൽ ചെയ്തു, ഇയാളെ കയ്യിൽ നിന്ന് എത്തിയതിൽ നിന്ന് ഇയാൾ എത്ര സെയിൽ ചെയ്തു, അതാണ് ഇവിടെ എഴുതേണ്ടത്. ആൻഡ് യു വിൽ ഗെറ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ₹231. ഓക്കെ, ഇത് ഇനി സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ വേണം ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ. ഏതുള്ള സമയത്ത്? നോർമൽ ലോസ് ഉള്ള ടൈമിൽ. നോർമൽ ലോസ് ഒന്നും ഇല്ലാത്ത കണക്ക് നിങ്ങൾ ഒരുപാട് ചെയ്ത് അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. നോർമൽ ലോസ് കണ്ടാൽ ഇങ്ങനെ ചെയ്യണം. ഇനി അഗെയിൻ റിപ്പീറ്റിംഗ്, ഈ നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ എന്ത് കഴിഞ്ഞിട്ടാണോ വരുന്നത് അവിടെ തന്നെ നോർമൽ ലോസ് എഴുതണം. എക്സാമ്പിൾ, ഇതേ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണെന്ന് വെച്ചോ, മിസ്റ്റർ എ കൺസൈൻ ടു ബി. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ അത് പറയാൻ പറ്റില്ല. എനിവേ ഇതിപ്പം വേറെ എവിടെയെങ്കിലും ആ
തന്നതെങ്കിൽ അവിടെ വെച്ചിട്ട് ഇത് മൈനസ് ചെയ്യണം. അതും നമ്മൾ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലത്തിൽ പഠിക്കും. ബട്ട് തലക്കകത്ത് ഓർമ്മിക്കണം, ഇത് എവിടെയാണോ തന്നത് അവിടെ വെച്ച് മൈനസ് ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഈ വാല്യൂവിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇതിന് തന്നിരിക്കുന്ന ഇക്വേഷൻ, നോർമൽ ലോസ് ഉള്ള സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ചെയ്ത് 1000 സെൻഡ് ചെയ്തതിന്റെ ടോട്ടൽ കോസ്റ്റ്, അതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇക്വേഷൻ എഴുതാൻ പോകുന്നത് ഇത് ടോട്ടൽ കോസ്റ്റ് അല്ലേ, എത്ര സെൻഡ് ചെയ്തതിന്റെ 1000 സെൻഡ് ചെയ്തതിന്റെ അല്ലേ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് 3300 അല്ലേ. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം, എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യാം. സോ അതിനും ടോട്ടൽ എന്ന് പറയാം. എനിവേ ഹിയർ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ അങ്ങനെ തന്നെ ഞാൻ എഴുതുന്ന എക്സ്പെൻസ് ഓഫ് ദി കൺസൈനറും പ്ലസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി, എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി ആൻഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി, എക്സ്പെൻസ് ഓഫ് ദ കൺസൈനറും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ അത് ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ എന്താടാ, ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെൻഡ് മൈനസ് നോർമൽ ലോസ്, അതല്ലേ 820. ടോട്ടൽ യൂണിറ്റ് സെൻഡ് മൈനസ് 120. നിങ്ങൾക്ക് അവിടെ ഇപ്പം ഇക്വേഷൻ അവിടെ വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അതിന്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ കൊടുക്കുന്നത്. Again repeating, it is total cost of goods sent. Total cost of goods sent എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് എക്സ്പെൻസസിന്റെ പാർട്ട് ആഡ് ചെയ്യുക, മേല ന്യൂമറേറ്റർ കിട്ടും, ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ഓഫ് ഗുഡ്സ് സെൻറ്റ് മൈനസ് നോർമൽ ലോസ്, നമുക്ക് ഇവിടെ അത് 880 കിട്ടി, ഇൻടു സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ്, നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള അൺസോൾഡ് ഐറ്റംസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് നോർമൽ ലോസ്. അഗെയിൻ റിപ്പീറ്റിംഗ്, നോർമൽ ലോസിന് നമ്മൾ വാല്യൂ കാണേണ്ട കാര്യം ഇല്ല. സോ ഇതേ സ്ട്രെച്ചിൽ തന്നെ ഞാൻ അബ്നോർമൽ ലോസും കൂടി പറയാൻ പോവാണ്. സോ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. സോ ഞാൻ അവിടെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നന്നായിട്ട് നോക്കുക. ഇത്ര തന്നെ, ഒന്നുമില്ല. ലാസ്റ്റ് വരുന്ന സംഭവങ്ങൾ 2 ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു അൺസോൾഡ് ആണ്. അൺസോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമൽ ലോസ് കിഴിച്ച് ബാക്കിയുള്ളതെന്ന് വേണം സോൾഡ് മൈനസ് ചെയ്യാൻ. ദാറ്റ് ഇസ് ഇറ്റ്. Now moving on to abnormal loss. Okay, so moving on to the next topic, abnormal loss. Okay, abnormal loss എന്ന് പറഞ്ഞാൽ it is avoidable എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കത് ഒഴിവാക്കാൻ പറ്റും to a large extent. ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, to a large extent നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. And the main reason are fire, ആക്സിഡന്റ്, തെഫ്റ്റ്, ഇങ്ങനെയുള്ള റീസൺ കൊണ്ട് വരുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് പറയാ, അബ്നോർമൽ ലോസ് എന്ന് വിളിക്കുക. നമ്മൾ അതിനെ ചിലപ്പം ആക്സിഡന്റൽ ലോസ് എന്നും കൂടെ പറയും. ഓക്കെ, ഈ അബ്നോർമൽ ലോസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ, ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മള് കൊട്ടയിൽ കൊണ്ടുവന്ന ഓറഞ്ചസിന്റെ താഴെ കിടക്കുന്ന കുറെ ഓറഞ്ചസ് ചീഞ്ഞു പോകുന്നതിന് നമുക്ക് എന്തെടുക്കാൻ പറ്റൂല, ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? നോ. സോ ബട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുക, ഫയറിൽ നഷ്ടമാവുക, തെഫ്റ്റ്, ഇതിനൊക്കെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? സോ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. സോ അബ്നോർമൽ ലോസ് നമുക്ക് ഇൻഷുർഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ ന്യൂ പോയിന്റ്. സോ അത് ഓർമ്മിക്കാം. ഈ ഇൻഷുറൻസ് ഒക്കെ എടുത്ത്, ഇൻഷുറൻസിന് ഇപ്പം ഫയർ വന്നു, നമ്മുടെ ഓറഞ്ചസ് കംപ്ലീറ്റ് നശിച്ചു, അപ്പൊ നമുക്ക് ഇൻഷുറൻസിന്റെ പൈസ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ബട്ട് ഇപ്പം നമ്മൾ അബ്നോർമൽ ലോസിന്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി കൺസൈൻമെന്റ് അക്കൗണ്ട് വരയുമ്പോൾ നമ്മൾ ഇവിടെ എഴുതുകയുള്ളൂ ടു ഗുഡ്സ് ആൻഡ് ടോൺ. അപ്പൊ 1000 കിലോ അയച്ചു. ഈ 1000 കിലോയില് 100 കിലോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, 100 kg ലോസ്. ഓക്കെ, ഈ ലോസ് ഒന്നിക്കൽ നോർമൽ ലോസ് ആവാം, ചീഞ്ഞു പോയതാവാം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ആവാം, തെഫ്റ്റ്, ഫയർ, ആക്സിഡന്റ് ആവാം. ഓക്കെ, ബട്ട് ഇൻ ദിസ് കേസ് ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ 100 കിലോ എന്താണ്, അബ്നോർമൽ ലോസ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് 1 സ്റ്റെപ്പ് അല്ലേ പഠിക്കാൻ പറ്റുമോ? അത് നമ്മൾ നോർമൽ ലോസ് മാത്രമുള്ള കേസ് പഠിച്ചു. ഇനി നമ്മൾ അബ്നോർമൽ ലോസ് മാത്രമുള്ള
കേസ് പഠിക്കും, പിന്നെ നമ്മൾ 2 ലോസും വരുന്ന കേസ് പഠിക്കും. ഓക്കെ, സോ ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു ഇവിടെ ഓൺലി അബ്നോർമൽ ലോസ് ആർ ദർ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്ന പറയാം, അബ്നോർമൽ ലോസ് ഉണ്ടല്ലോ. അപ്പൊ അബ്നോർമൽ ലോസ് 100 കിലോന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 100 കിലോ അബ്നോർമൽ ലോസ് ആയില്ല, ആ ലോസ് ആയി പോയതിന്റെ വാല്യൂ എത്ര, അതിന് വാല്യൂ ഉണ്ട്, എത്ര കോസ്റ്റ് ഉണ്ട്, എത്ര റുപ്പീസ് ഉണ്ട്, ഇതിന് എത്ര റുപ്പീസ് ആവും, അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ വാല്യൂനെ നമ്മൾ എവിടെ എഴുതും എന്നറിയടോ, കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ ബൈ നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് ഈ 100 കിലോന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എവിടെ എഴുതണം, ക്രെഡിറ്റിൽ അബ്നോർമൽ ലോസ് എഴുതണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണോ, ഇതിനെ എങ്ങനെ അബ്നോർമൽ ലോസിനെ എങ്ങനെ വാല്യൂ ചെയ്യാന്ന് പഠിക്കണം. സോ വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതും ഞാൻ അതിൻ്റെ ഇക്വേഷൻസ് ഒന്നും പറയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അബ്നോർമൽ ലോസിന് വാല്യൂ ചെയ്യാം. അതും നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെയല്ല, ഞാൻ അത് വേറൊരു വിധത്തിലാണ് ചെയ്തത്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സോ യു ഫോളോ ഞാൻ പറയുന്നത്. ഓക്കെ, യു ഫോളോ വാട്ട് ഐ സേ. ഓക്കെ, എനിവേ you can see the question on the board. Mr. A consigned 100 packets of medicine, each costing 500. Okay, അപ്പോൾ 100 മെഡിസിൻ, 100 പാക്കറ്റ്, 500 രൂപ ഓരോ പാക്കറ്റിന്. To his agent Mr. B, consigner A, consignee B, he paid 100 towards freight and insurance. So consignerന്റെ expense is given. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്കത് വേണമെന്ന് നമുക്കറിയാം, ബിക്കോസ് കൺസൈനർ എക്സ്പെക്ട്സ് എടുക്കും. 100 പാക്കറ്റ്സ് ഡിസ്ട്രോയിഡ്, 10 പാക്കറ്റ്സ് ഡിസ്ട്രോയിഡ്, 10 പാക്കറ്റ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ കൺസൈനി ടുക്ക് ദ ഡെലിവറി ഓഫ് റിമൈനിങ് പാക്കറ്റ്സ് ആൻഡ് സ്പെൻഡ് 500 ആസ് ഗോ ഡൗൺ റെന്റ്. അപ്പൊ കൺസൈനിന്റെ എക്സ്പെൻസിൽ ഒന്ന് ഗോ ഡൗൺ റെന്റ് ഒരു റെക്കറിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂല് നമ്മളത് എടുക്കൂല. Okay, now and 2000 as clearing charge. Clearing charge ഒരു നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. സോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂല് നമ്മൾ ക്ലിയറിംഗ് ചാർജ് എടുക്കണം. ആൻഡ് ₹500 as സെല്ലിംഗ് എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസ് ഒരു റെക്കറിംഗ് ആണ്, സോ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ എടുക്കൂല. കൺസൈനി സോൾഡ് 80 പാക്കറ്റ്സ് at 600 each. 80 പാക്കറ്റ് 600 രൂപ വെച്ച് വിറ്റിട്ടുണ്ട്. Calculate the cost of damage and cost of goods in hand at the end. ഇവിടെ നിങ്ങളോട് ഡാമേജ് ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ക്ലിയർ ആണ് അതെന്ത് ലോസ് ആണ്, അബ്നോർമൽ ലോസ്. ബിക്കോസ് അബ്നോർമൽ ലോസിന് മാത്രമേ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുള്ളൂ. ഓക്കെ, ദെൻ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദി എൻഡ്. പിന്നെ നമ്മളോട് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നാണ്. സോ ലെറ്റ് സീ ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്ത അതേപോലെ എഴുതുവാണ്. ഞാൻ ക്വസ്റ്റ്യൻ 1 by 1 വായിക്കും, നിങ്ങളും അതുപോലെ എഴുതുക. ഓക്കെ, സോ ഹിയർ ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ് നിങ്ങൾ എഴുതും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൺസൈൻഡ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് എഴുതിക്കോ. ഞാനിവിടെ ക്വാണ്ടിറ്റി കൺസൈൻഡ് എന്ന് എഴുതുന്നു. ഇതേ നേരത്തെ പോലെ തന്നെ ഞാനിവിടെ ക്വാണ്ടിറ്റി ആൻഡ് റുപ്പീസ്. പ്ലീസ് ഫോളോ ദിസ് മെത്തേഡ്, ഇറ്റ്സ് വെരി ഈസി. അല്ലെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, എനിവേ അപ്പൊ ഞാൻ നോക്കട്ടെ എത്ര പാക്കറ്റാണ് അയച്ചത്, 100 പാക്കറ്റ്. സോ ഞാനിവിടെ ക്വാണ്ടിറ്റിയിൽ 100 പാക്കറ്റ്സ് എഴുതും. ആൻഡ് ₹50 ഈച്ച്. അപ്പൊ 100 into 500 ഈ 100ന്റെ വാല്യൂ 50,000. ഓക്കെ, ഇനി തൊട്ടടുത്ത് തന്നെ എന്താ പറഞ്ഞ, മിസ്റ്റർ ബി പെയ്ഡ് 1000 ആസ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. സോ ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. പുട്ട് ഹെഡിങ് ആസ് വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് അബ്നോർമൽ ലോസും കണ്ടുപിടിക്കണം, ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിക്കണം. സോ യു പുട്ട് ഹെഡിങ് ആസ് ദാറ്റ് ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി കൺസ്യൂംഡ് നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അതിൻ്റെ അതേ ഫ്ലോയിൽ വായിക്കുകയാണ്. ഹി പെയ്ഡ് 1000 ടുവേർഡ്സ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. സോ ഇറ്റ് ഈസ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. It is freight
ആൻഡ് ഇൻഷുറൻസ്. ഞാൻ ഫ്രൈറ്റ് എന്ന് എഴുതുന്നത്, സോ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ആൻഡ് എത്രയാണോ 1000 അല്ലേ, ഇവിടെ നമ്മൾ 1000 എന്ന് എഴുതി. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്ന അവിടെ വരുന്ന എന്ത് വരുന്ന ലോസ് വരുന്നത് കൊണ്ട്, അവിടെ ലോസ് വരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഞാൻ ഇതുവരെ എത്രയായെന്ന് അവിടെ എഴുതുവാണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം, ലോസ് വരുന്നു, എത്ര പാക്കറ്റ് ലോസ്. അപ്പൊ ലെസ് ചെയ്യും ഞാൻ. ഇറ്റ് ഈസ് നോർമൽ ഓർ അബ്നോർമൽ. അബ്നോർമൽ ലോസ് ആണ്, ബിക്കോസ് വാല്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. വാല്യൂ ചെയ്യുന്ന ലോസ് അബ്നോർമൽ ലോസ്. ഓക്കെ, ഇറ്റ്സ് അബ്നോർമൽ ലോസ്. എത്രയാ പറഞ്ഞ 10 പാക്കറ്റ്സ്. അപ്പൊ ഇവിടെ 10 പാക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, 10 പാക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അബ്നോർമൽ ലോസിന് വാല്യൂ ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഒരു എമൗണ്ട് കിട്ടണം. എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. എങ്ങനെ കിട്ടും എന്നുള്ളതിന് വളരെ സിമ്പിൾ ആണ്. ഇതുവരെയുള്ള കോസ്റ്റ് എത്ര? 51,000. സംശയമില്ലല്ലോ, 51,000. അതെങ്ങനെയാണ് 51,000 കിട്ടിയത്? അവിടെ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്യണം. ബട്ട് ഹിയർ നമ്മൾ ഇവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാ. ഇനി ഇവിടെ പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി. ഓക്കെ, അത് പിന്നെ ഓക്കെ. എനിവേ ഇവിടെ നമ്മൾ പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനിയും കൂടെ കഴിഞ്ഞിട്ടാണ് അബ്നോർമൽ ലോസ് വരുന്നതെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്തിട്ടാണ് അബ്നോർമൽ ലോസ് കാണുക. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ഫ്രൈറ്റ് കഴിഞ്ഞ ഉടനെ ആരെ പറഞ്ഞു? അബ്നോർമൽ ലോസ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈസി വേ, ഇവിടെ എത്രയുണ്ട് കോസ്റ്റ്? 51,000. കോസ്റ്റ് 51,000 ഡിവൈഡഡ് ബൈ എത്ര ക്വാണ്ടിറ്റി? ഇവിടെ 100 ഇൻറ്റു എത്ര അബ്നോർമൽ ലോസ്? 10. ഇത് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ വരെ. ഓക്കെ, ഇക്വേഷനെ പറ്റി ഡോണ്ട് ബോദർ. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇതുവരെയുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു അബ്നോർമൽ ലോസ്. ഇറ്റ് ഈസ് 5,100. ഇത് കിട്ടി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു പോയിന്റ് ഇസ് ഓവർ. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് ക്വസ്റ്റ്യൻ കണ്ടിന്യൂയിങ്. കൺസൈനി ടുക്ക് ഡെലിവറി ഓഫ് ദ റിമൈനിങ് പാക്കറ്റ്സ്. അത് ഡെലിവറി ചെയ്തു ആൻഡ് സ്പെൻഡ് ₹500 ആസ് ഗോ ഡൗൺ റെന്റ്. ഗോ ഡൗൺ റെന്റ്. ഓക്കെ, ഗോ ഡൗൺ റെന്റ് കൊടുത്തു. ഇവിടെ ഇനി എനിക്ക് എന്ത് ചെയ്യണം? നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനി. ഗോ ഡൗൺ റെന്റ് വരൂല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്ലിയറിംഗ് ചാർജ് വരും. ക്ലിയറിംഗ് ചാർജ് 2,000 അല്ലേ. പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് വരൂല. സോ ഇറ്റ് ഈസ് ക്ലിയറിംഗ് ചാർജ് 2,000. സോ ഇവിടെ വെച്ച് നമ്മൾ ഇത് ചെയ്യണേ, മറന്നുപോയി. ഇവിടെ മൈനസ് അല്ലേ. സോ ഇറ്റ് ഈസ് 9. എത്രയാ? 90. ആൻഡ് അത് മൈനസ് ചെയ്താൽ 45,900 കിട്ടാൻ തോന്നുന്നു. 45,900. ഓക്കെ ഓക്കെ, ഇത് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഇനി പ്ലസ് ചെയ്തു 2,000. ആൻഡ് ഇനി കഴിഞ്ഞല്ലോ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മളെടുക്ക സെയിൽസിന്റെ ഡീറ്റെയിൽസ് തന്നത്, അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ഇത് കഴിഞ്ഞു. ഇറ്റ് ഇസ് ആഡ് ആണ്. സോ ഇത് രണ്ടും നമ്മൾ പ്ലസ് ചെയ്തിട്ട് താഴെ എഴുതണം. ഓക്കെ, സോ അത് രണ്ടും പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടൂടാ? 47,900 and here it is 90. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകാം. ഓക്കെ, സിമ്പിൾ. എങ്ങനെയാണ് പറഞ്ഞത്? കോസ്റ്റിന്റെ കോളത്തിൽ ലാസ്റ്റ് ഉള്ള എമൗണ്ട് ഡിവൈഡഡ് ബൈ ഈ ക്വാണ്ടിറ്റിന്റെ കോളത്തിൽ ലാസ്റ്റ് എമൗണ്ട് ഇൻടു എത്രയാണ് സെയിൽ ചെയ്തത് നോക്കണം. എത്രയാണ് സെയിൽ ചെയ്തതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 80 പാക്കറ്റ് ആണ് സെയിൽ ചെയ്തത്. എത്ര? 80 പാക്കറ്റ്സ്. ഓക്കെ, 100 മൈനസ് ചെയ്യണോ 90 മൈനസ് ചെയ്യണോ? അൺസോൾഡ് കണ്ടുപിടിക്കണം. നമുക്ക് അൺസോൾഡ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അൺസോൾഡ് മീൻസ് 100 മൈനസ് 80 അല്ല, ബിക്കോസ് കയ്യിൽ എത്ര എത്തിയിട്ടുള്ളൂ? 10 പാക്കറ്റ് ലോസ് ആയി. സോ 90 80 പാക്കറ്റ് സെയിൽ ചെയ്തത്. സോ അൺസോൾഡ് ഇസ് 90 മൈനസ് 80, 10 ആണ് എന്ത്? അൺസോൾഡ്. സോ ഇൻറ്റു 10. ഓക്കെ, ഇത് ചെയ്താൽ ആൻസർ ഇസ്
5322 ആണെന്ന് തോന്നുന്നത്. നോക്കണേ. 5322. ദിസ് ഇസ് എ ഈസി വേ ടു ഡു ദിസ് പ്രോബ്ലം. ഓക്കെ, ഇക്വേഷൻ എല്ലാം പഠിച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവാൻ നിൽക്കണ്ട. ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അക്കൗണ്ട്സിൽ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതെവിടെ നോക്കിക്കോ. ഗുഡ്സ് സെൻറ്റ് എത്രയാണ്? 50,000 ഇവിടെ എഴുതും. 50,000 എത്രതിൻ്റെ? 100. ഓക്കെ, അതുപോലെ നമ്മൾ ഇവിടെ എന്ത് കാണിക്കണണ്ട? ബാക്കി എല്ലാം എഴുതണ എക്സ്പെൻസ് ഒക്കെ ഞാൻ അതൊക്കെ വഴിയെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ബട്ട് ഇയർ ഞാൻ ഈ അബ്നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് കാണിക്കുകയാണ്. അബ്നോർമൽ ലോസ് ഇവിടെ നമ്മൾ 10 പാക്കറ്റ് എന്ന് എഴുതും. എന്നിട്ട് അബ്നോർമൽ ലോസിന്റെ വാല്യൂ എത്രയാണ് നിങ്ങൾ കണ്ടുപിടിച്ച അത് ഇവിടെ എഴുതും. പിന്നെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതും, അല്ലെങ്കിൽ കൺസൈൻമെന്റ് സ്റ്റോക്ക് അല്ലേ. നിങ്ങൾക്ക് ഞാൻ ഏത് വേർഡാണ് യൂസ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കൺസൈൻമെന്റ് സ്റ്റോക്ക് ആയിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിനെ കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്ന് പറയാം. ഓക്കെ, കൺസൈൻമെന്റ് സ്റ്റോക്ക് വാല്യൂ 5322. ഓക്കെ, ഇങ്ങനെ വേണം. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 10 കേട്ടോ. 10ന്റെ വാല്യൂ 25322. ഇതിൽ 80 പാക്കറ്റ്സ് എത്രയാണ് വിറ്റ്? 80 പാക്കറ്റ്സ് വിറ്റിട്ടുണ്ട്. നോക്കിയേ, 100 അയച്ചു, 80 10 നഷ്ടപ്പെട്ടു, 80 വിറ്റു, 10. അപ്പൊ ഈ ഭാഗത്ത് 100 ആയില്ലേ? 80 10 10, ഈ ഭാഗത്ത് 100. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ബാക്കി എല്ലാം എഴുതണേ. സെയിൽ എഴുതും, എക്സ്പെൻസ് ഒക്കെ എഴുതും. ബട്ട് ഹിയർ ഇങ്ങനെ കാണിക്കുക. ഓക്കെ, അബ്നോർമൽ ലോസ് നമ്മൾ എവിടെ കാണിക്കും? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ, ക്രെഡിറ്റിൽ, ആൻഡ് വാല്യൂ ചെയ്യുക ഇങ്ങനെ. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഇത് കഴിഞ്ഞിട്ട് അബ്നോർമൽ ലോസ് പറഞ്ഞതെങ്കിൽ ക്വസ്റ്റ്യനിൽ 100 പാക്കറ്റ് ഡിസ്ട്രോയ് ആയി എന്ന് പറഞ്ഞില്ലേ എല്ലാവരും ക്വസ്റ്റ്യൻ എടുത്തേ. ആ സെന്റൻസ് തന്നത് 500 ആസ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടോ. അതിന് ശേഷമാണ് ഈ 10 പാക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള സെന്റൻസ് ഉള്ളതെങ്കിൽ ഇതിന്റെ കാൽക്കുലേഷൻ ഇവിടെ എഴുതണം. ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യനിൽ ഏത് പോയിന്റിലാണോ ലോസ് പറയുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ ഇപ്പൊ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ. നോർമൽ ലോസിന്റെ വാല്യുവേഷന്റെ ഇക്വേഷൻ ഇപ്പൊ ബോർഡിൽ കാണാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെന്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെന്റ് ഇവിടെ 50,000 പ്ലസ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഏതൊക്കെ എക്സ്പെൻസ്? എല്ലാ എക്സ്പെൻസും. ബട്ട് അവിടെ തിങ്ക് ചെയ്യേണ്ട പോയിന്റ് എവിടെ വെച്ചാണോ നടക്കുന്നത് നമ്മളെ കാൽക്കുലേഷനിൽ അത്രേ പാടുള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഗുഡ്സ് സെന്റ് മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെന്റ് എന്ന് കാണാം. എനിവേ നിങ്ങൾ ഇക്വേഷനെ ബോദർ ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാം കൂടെ വരുന്ന ഒരു എസ്സേ ടൈപ്പ് പ്രോബ്ലം ചെയ്യും. സോ അതുവരെ ഇതേ പ്രോബ്ലം ഇരുന്ന് നോട്ടിലൊന്ന് കോപ്പി ചെയ്യണം. അഗെയിൻ റിപ്പീറ്റിംഗ്, ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന എല്ലാ പ്രോബ്ലവും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സോ താങ്ക് യു. ഓക്കെ.